C++, copy constructor. ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് copy constructor. Copy constructor. Copy constructor is a type of constructor which is used to create a copy of an already existing object of a class type. നമ്മൾ നേരത്തെ കൺസ്ട്രക്ടർ എന്താണെന്ന് പറഞ്ഞു. കൺസ്ട്രക്ടറിന്റെ പ്രത്യേകത ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ഓബ്ജക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കൺസ്ട്രക്ടർ. അതുകൊണ്ടാണ് അതിന് കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞ പേര് തന്നെ ഉണ്ടായത്. അപ്പോൾ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് കൺസ്ട്രക്ടർ വർക്ക് ചെയ്യുന്നത്. അത് തന്നെ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ ഉണ്ടായിരുന്നു, പാരാമീറ്റർസ് കൺസ്ട്രക്ടർ ഉണ്ടായിരുന്നു. യാതൊരു പാരാമീറ്ററും ഇല്ലാത്ത എന്ന് പറഞ്ഞാൽ ആർഗ്യുമെന്റ്സ് ഇല്ലാത്ത കൺസ്ട്രക്ടറിനെയാണ് നമ്മൾ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അതേസമയം ആർഗ്യുമെന്റ്സ് ഉള്ള കൺസ്ട്രക്ടർ എന്ന് വെച്ചാൽ പാരാമീറ്റേഴ്സ് ഉള്ള കൺസ്ട്രക്ടറിനെയാണ് നമ്മൾ പാരാമീറ്റർ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അതേപോലത്തെ മൂന്നാമത്തെ ടൈപ്പ് ഒരു കൺസ്ട്രക്ടറാണ് കോപ്പി കൺസ്ട്രക്ടർ. ഈ കോപ്പി കൺസ്ട്രക്ടറിന്റെ പ്രത്യേകത അതിന്റെ പേരിൽ നിന്നാണ് കോപ്പി കൺസ്ട്രക്ടർ. ഒരു ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഓബ്ജക്റ്റിന്റെ ഒരു കോപ്പി ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ടറിനെയാണ് നമ്മൾ കോപ്പി കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഓബ്ജക്റ്റ് ഓൾറെഡി ഒരു ക്ലാസിന്റെ ഒരു ഓബ്ജക്റ്റ് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഓബ്ജക്റ്റിന്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസ്ട്രക്ടറിനെയാണ് കോപ്പി കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. The compiler provides a default copy constructor to all the classes. പ്രോഗ്രാമർ എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഒരു കോപ്പി കൺസ്ട്രക്ടർ എഴുതിയില്ലെങ്കിലും കമ്പൈൽ ചെയ്യുന്ന സമയത്ത് കമ്പൈലർ ഒരു ഡീഫോൾട്ട് കോപ്പി കൺസ്ട്രക്ടർ എല്ലാ ക്ലാസ്സിനും കൊടുക്കുന്നു. സിൻടാക്സ് ഓഫ് കോപ്പി കൺസ്ട്രക്ടർ. ഒരു കോപ്പി കൺസ്ട്രക്ടറിന്റെ സിൻടാക്സ് എന്താണെന്ന് നോക്കാം. ക്ലാസ് നെയിം ബ്രാക്കറ്റില് കോൺസ്റ്റന്റ് CONST എന്ന കീവേഡ്, ഒരു സ്പേസ്, വീണ്ടും ക്ലാസ് നെയിം ക്ലാസിന്റെ പേര്, സ്പേസ്, ഒരു ആൻഡ് ഓപ്പറേറ്റർ, സ്പേസ്, ഓബ്ജക്റ്റ് നെയിം, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. പിന്നെ വരുന്നത് ആ കോപ്പി കൺസ്ട്രക്ടറിന്റെ ബോഡിയാണ്. ഇതാണ് കോപ്പി കൺസ്ട്രക്ടറിന്റെ സിൻടാക്സ്. അപ്പോൾ ക്ലാസ് നെയിം ബ്രാക്കറ്റ് കോൺസ്റ്റന്റ് എന്നുള്ള ടേം, പിന്നെ ഈ ക്ലാസിന്റെ തന്നെ പേര്, ആൻഡ് ഓപ്പറേറ്റർ, ഓബ്ജക്റ്റ് നെയിം, പിന്നെ ക്ലാസിന്റെ ബോഡി. ആ ക്ലാസിന്റെ ബോഡിക്കകത്താണ് നമ്മൾ ഈ കോപ്പി കൺസ്ട്രക്ടറിന്റെ കോഡ് എഴുതുന്നത്. അപ്പോൾ ഇതാണ് ഒരു കോപ്പി കൺസ്ട്രക്ടറിന്റെ സിൻടാക്സ്. As it is used to create an object, hence it is called a constructor. കോപ്പി കൺസ്ട്രക്ടർ എന്നുള്ള പേര് തന്നെ വരാൻ കാര്യം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഓബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഇവിടെയും ഇൻഎഫക്റ്റഡ് ഓബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ഓബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വീണ്ടും കൺസ്ട്രക്ടർ എന്ന് പറയാൻ ഉള്ള കാരണം. It creates a new object which is an exact copy of the existing copy. Hence it is called copy constructor. ഓൾറെഡി ഉള്ള ഒരു ഓബ്ജക്റ്റിന്റെ എക്സാക്ട് കോപ്പിയാണ് കോപ്പി കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കോപ്പി കൺസ്ട്രക്ടറിനെ നമ്മൾ കോപ്പി കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പുതിയ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. പക്ഷെ പുതിയ ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാലും ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഓബ്ജക്റ്റിന്റെ കോപ്പിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ കോപ്പി കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് കോപ്പി കൺസ്ട്രക്ടർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം നോക്കാം. ടു ഡെമോൺസ്ട്രേറ്റ് കോപ്പി കൺസ്ട്രക്ടർ അത് നമ്മൾ ഹാഷ് കോഡ് iostream.h, അത് കഴിഞ്ഞ് ഹാഷ് കോഡ് conio.h, ഇനി ക്ലാസ് സാമ്പിൾ കോപ്പി കോൺസ്. ഇവിടെ ക്ലാസിന്റെ പേര് സാമ്പിൾ കോപ്പി കോൺസ് എന്നാണ്. ആ ക്ലാസിന്റെ ഓപ്പണിംഗ് ബ്രേസ്, ഇനി INDX, y, ഇത് ആ ക്ലാസിന്റെ സാമ്പിൾ കോപ്പി കോൺസ് എന്ന് പറയുന്ന ക്ലാസിന്റെ ഡേറ്റ മെമ്പേഴ്സ്, ഇന്റിജർ ആയിട്ടുള്ള രണ്ട് വേരിയബിള് എക്സും വൈയും. അത് നമ്മൾ മെത്തേഡ് പറയുമ്പോഴാണ് ഈ കോപ്പി കൺസ്ട്രക്ട് ഉൾപ്പെടെയുള്ള മെത്തേഡ് പറയുമ്പോഴാണ് അത് നമ്മൾ പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്യുന്നു.
സാമ്പിൾ കോപ്പി കൺസ് ബ്രാക്കറ്റ് 2 INT. ഇത് കോപ്പി കൺസ്ട്രക്ടർ അല്ല, ഇത് ഒരു പാരാമീറ്റർസ് കൺസ്ട്രക്ടർ ആണ്. പാരാമീറ്റർസ് കൺസ്ട്രക്ടർ എന്ന് മനസ്സിലാക്കാൻ തന്നെ കാര്യം ഈ പേര് ക്ലാസിന്റെ അതേ പേരാണ്, റിട്ടേൺ ടൈപ്പ് ഒന്നുമില്ല, ബ്രാക്കറ്റിൽ INT, INT എന്ന് വെച്ചാൽ 2 പാരാമീറ്റർ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്റർസ് കൺസ്ട്രക്ടർ ആണ് ഇത്. അടുത്തത് ആണ് നമ്മൾ കോപ്പി കൺസ്ട്രക്ടർ. സാമ്പിൾ കോപ്പി കോൺസ്, ക്ലാസിന്റെ പേര്, ബ്രാക്കറ്റ്, കോൺസ്റ്റന്റ് എന്നുള്ള കീവേഡ്, സ്പേസ്, വീണ്ടും ക്ലാസിന്റെ പേര്. ഇവിടെ ക്ലാസിന്റെ പേര് സാമ്പിൾ കോപ്പി കോൺസ് ആണ്, അതുകൊണ്ട് ഇവിടെയും അതേ ക്ലാസിന്റെ പേര് വരുന്നു, സാമ്പിൾ കോപ്പി കോൺസ്. പിന്നെ ആംപർസൻഡ് ഓപ്പറേറ്റർ. ഇത് കഴിഞ്ഞ് ഓബ്ജക്റ്റ് നെയിമും കൂടെ വരും, അത് കോഡ് എഴുതുന്ന സ്ഥലത്ത് വരും. കാരണം ഇവിടെ നമ്മൾ ഡിക്ലറേഷൻ ആണ് ചെയ്യുന്നത്. തൊട്ട് മുമ്പിൽ നമ്മൾ കോപ്പി കൺസ്ട്രക്ടർ INT എന്ന് പറഞ്ഞ് വേരിയബിൾ പറഞ്ഞില്ല, അത് പിന്നെ പറയുള്ളൂ. ഇവിടെ അതേപോലെ ഓബ്ജക്റ്റിന്റെ പേര് പിന്നെ പറയുള്ളൂ. ദിസ് ഈസ് ദി സിന്റാക്സ്. ഇപ്പൊ നമ്മൾ എഴുതിയിരിക്കുന്നതാണ് കോപ്പി കൺസ്ട്രക്ടർ. ക്ലാസിന്റെ പേര്, ബ്രാക്കറ്റ്, കോൺസ്റ്റന്റ് എന്നുള്ള കീവേഡ്, വീണ്ടും സ്പേസ്, ക്ലാസിന്റെ പേര്, സ്പേസ്, ആംപർസൻഡ് ഓപ്പറേറ്റർ. ഇനി ഇതിന്റെ ഡെഫിനിഷൻ വരുമ്പോൾ ആംപർസൻഡ് ഓപ്പറേറ്റർ അപ്പുറത്ത് ഓബ്ജക്റ്റ് നെയിം കൂടെ വരും. ഇനി അതിനകത്തുള്ള ഒരു സാധാരണ മെത്തേഡ് വോയിഡ് ഡിസ്പ്ലേ. ഇതാണ് ക്ലാസിന്റെ സ്ട്രക്ചർ. നമ്മൾ സെമിക്കോളിനിട്ട് ക്ലാസ് ക്ലോസ് ചെയ്യും. അടുത്തതിനകത്തുള്ള ഓരോ ഈ പറഞ്ഞ പാരാമീറ്റർസ് കൺസ്ട്രക്ടറിന്റെ, കോപ്പി കൺസ്ട്രക്ടറിന്റെയും ഡിസ്പ്ലേയുടെയും കോഡ്. ആദ്യം പാരാമീറ്റർസ് കൺസ്ട്രക്ടറിന്റെ കോഡ്, സാമ്പിൾ കോപ്പി കോൺസ്, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, സാമ്പിൾ കോപ്പി കോൺസ്, INT x1, INT n1. അപ്പം ഇതൊരു 2 പാരാമീറ്റർ, 2 പാരാമീറ്റർ ഉള്ള ഒരു സാധാരണ കൺസ്ട്രക്ടർ ആണ്, പാരാമീറ്റർസ് കൺസ്ട്രക്ടർ ആണ്. അതിൽ ആദ്യത്തെ പാരാമീറ്റർ x1 കൂടെ പാസ് ചെയ്യുന്നു, രണ്ടാമത്തെ പാരാമീറ്റർ y1 കൂടെ പാസ് ചെയ്യുന്നു. ആർഗ്യുമെന്റ്, ആദ്യത്തെ ആർഗ്യുമെന്റ് x1 കൂടെ പാസ് ചെയ്യുന്നു, രണ്ടാമത്തെ ആർഗ്യുമെന്റ് y1 കൂടെ പാസ് ചെയ്യുന്നു. ഇനി നമ്മൾ അതിന്റെ ബോഡി പറയാൻ പോവുകയാണ്. ഓപ്പണിംഗ് ബ്രേസ് ഇട്ടു, x is equal to x1 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പാരാമീറ്റർ, ആദ്യത്തെ ആർഗ്യുമെന്റ് x1 കൂടെ പാസ് ചെയ്യുന്ന വാല്യൂ x എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു. അതേപോലെ രണ്ടാമത്തെ ആർഗ്യുമെന്റ് ആയ എന്ന് വെച്ചാൽ രണ്ടാമത്തെ പാരാമീറ്റർ ആയ y1 കൂടെ പാസ് ചെയ്യുന്ന വാല്യൂ നമ്മൾ y ൽ സ്റ്റോർ ചെയ്യുന്നു. അപ്പോൾ ആ സാമ്പിൾ കോപ്പി കോൺസ് എന്ന് പറഞ്ഞ ആ 2 പാരാമീറ്റർ കൺസ്ട്രക്ടറിന്റെ ബോഡി കഴിഞ്ഞു. നമ്മൾ ക്ലോസിംഗ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് കോപ്പി കൺസ്ട്രക്ടറിന്റെ ബോഡിയാണ്. സാമ്പിൾ കോപ്പി കോൺസ്, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, സാമ്പിൾ കോപ്പി കോൺസ്, ബ്രാക്കറ്റ്, കോൺസ്റ്റന്റ് കീവേഡ്, വീണ്ടും ക്ലാസിന്റെ പേര്, സാമ്പിൾ കോപ്പി കോൺസ്, ആൻഡ് ഓപ്പറേറ്റർ, അത് കഴിഞ്ഞ് സാമ്പിൾ. ഇവിടെ ഓബ്ജക്റ്റിന്റെ പേരാണ് സാമ്പിൾ. ഇനി അതിന്റെ നമ്മൾ ബോഡി. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്നതാണ് കോപ്പി കൺസ്ട്രക്ടർ. ക്ലാസ് നെയിം, ഇവിടെ നമ്മൾ മെത്തേഡിന്റെ ഒക്കെ കോഡ് ക്ലാസിന്റെ വെളിയിൽ പറയുന്നതുകൊണ്ടാണ് ഫുൾ പാത്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത്. സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ വഴി സാമ്പിൾ കോപ്പി കോൺസ്, സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ, സാമ്പിൾ കോപ്പി കോൺസ്, കോൺസ്റ്റന്റ് കീവേഡ്, സാമ്പിൾ കോപ്പി കോൺസ് ആൻഡ് സാമ്പിൾ. ഇതാണ് കോപ്പി കൺസ്ട്രക്ടറിന്റെ സിന്റാക്സ്. ഇനി നമ്മൾ ആ കോപ്പി കൺസ്ട്രക്ടറിന്റെ ബോഡി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതിന്റെ ഓപ്പണിംഗ് ബ്രേസ് നമ്മൾ ഇട്ടു. അടുത്ത x is equal to sample dot x. sample dot x ആൻഡ് കഴിഞ്ഞിട്ട് വരുന്ന സാമ്പിൾ എന്നുള്ള വേർഡ് എന്ന് പറഞ്ഞാൽ അത് ഓബ്ജക്റ്റിന്റെ പേരാണ്. ഓബ്ജക്റ്റ് ഡോട്ട് ഓപ്പറേറ്റർ x. അപ്പം ആ ഓബ്ജക്റ്റ് വഴി പാസ് ചെയ്യുന്ന വാല്യൂ നമ്മൾ എക്സിൽ സ്റ്റോർ ചെയ്യുന്നു. ആ സാമ്പിൾ എന്ന് പറയുന്ന ഓബ്ജക്റ്റ് വഴി പാസ്, ഓബ്ജക്റ്റിനകത്തുള്ള ആ സാമ്പിൾ എന്ന് പറഞ്ഞ ഓബ്ജക്റ്റിനകത്തുള്ള x എന്ന് പറഞ്ഞ ഡേറ്റ നമ്മൾ എക്സിൽ സ്റ്റോർ ചെയ്യുന്നു. അതേപോലെ y is equal to sample dot y. y എന്ന് പറഞ്ഞ സാമ്പിൾ ഡോട്ട് y, ഇവിടെ സാമ്പിൾ എന്ന് പറയുന്ന ഓബ്ജക്റ്റ് ആണ്, ഡോട്ട് ഓപ്പറേറ്റർ y, അത് നമ്മൾ y ൽ സ്റ്റോർ ചെയ്യുന്നു. വീണ്ടും അതിന്റെ ബ്രേസസ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. ഇതാണ് ഈ സാമ്പിൾ കോൺസ് കോപ്പി കൺസ്ട്രക്ടറിന്റെ ബോഡി. നമ്മൾ അതിനകത്ത് ഓബ്ജക്റ്റ്, സാമ്പിൾ എന്ന് പറഞ്ഞ ഓബ്ജക്റ്റ്, അത് ഡോട്ട് ഓപ്പറേറ്റർ വെച്ച് നമ്മൾ വാല്യൂ എടുക്കുന്നു. ആദ്യത്തെ വാല്യൂ x സ്റ്റോർ ചെയ്യുന്നു. രണ്ടാമത്തെ സാമ്പിൾ ഡോട്ട് y എന്ന് പറഞ്ഞെടുക്കുന്ന രണ്ടാമത്തെ വാല്യൂ നമ്മൾ y ൽ സ്റ്റോർ ചെയ്യുന്നു. ഇനി ഡിസ്പ്ലേ എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. വോയിഡ് സാമ്പിൾ കോപ്പി കോൺസ്, സ്കോപ്പ് ഡിസ്പ്ലേ. ഇവിടെ ഡിസ്പ്ലേ എന്നുള്ള ഓർഡിനറി മെത്തേഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ക്ലാസിന്റെ പേരല്ലാതിന്, അതേപോലെ തന്നെ റിട്ടേൺ ടൈപ്പ് അവിടെ വോയിഡ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ നമ്മൾ ബോഡി സ്റ്റാർട്ട് ചെയ്യാണ്. ഓപ്പണിംഗ് ബ്രേസ്, സി ഔട്ട് ലെസ് ദാൻ s, ലെസ് ദാൻ സ്പേസ്, ലെസ് ദാൻ y. ഇവിടെ നമ്മൾ ഈ ഡിസ്പ്ലേ മെത്തേഡിന് ഈ ഒരു ഫംഗ്ഷനേ ഉള്ളൂ. നമുക്ക് ഇതിനകത്ത് 2 വേരിയബിൾ ഉണ്ട്. x എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്, y എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്. ആ x എന്ന് പറഞ്ഞ വേരിയബിളിന്റെയും y എന്ന് പറഞ്ഞ വേരിയബിളിന്റെയും വാല്യൂ ഡിസ്പ്ലേ ചെയ്യിക്കുക എന്നുള്ളതാണ് ഇവിടെ ഈ ഡിസ്പ്ലേ മെത്തേഡിന്റെ ഡ്യൂട്ടി. ഈ രണ്ടിന്റെയും വാല്യൂ ഡിസ്പ്ലേ ചെയ്യിക്കുക എന്നുള്ളതാണ് ഈ ഡിസ്പ്ലേ മെത്തേഡിന്റെ ഡ്യൂട്ടി. നമ്മൾ അത് ക്ലോസ് ചെയ്തു.
ഇനി ഇതിന്റെ മെയിൻ void മെയിനിന്റെ ഓപ്പണിംഗ് ബ്രേസ്, സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി CLR SCR, സാമ്പിൾ കോപ്പി കോൺസ് OBJ1 10,15. ഇതൊരു നോർമൽ കൺസ്ട്രക്ടർ ആണ്. 2 പാരാമീറ്റേഴ്സ് കൺസ്ട്രക്ടർ ആണ്. അതിൽ ആദ്യത്തെ ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് 10 എന്ന് പറഞ്ഞ വാല്യൂ പാസ് ചെയ്യുന്നു. രണ്ടാമത്തെ പാരാമീറ്റർ ആയിട്ട് 50 എന്ന് പറഞ്ഞ പാസ് ചെയ്യുന്നു. വെച്ചാൽ 10 എന്ന് പറഞ്ഞ വാല്യൂ ആയിരിക്കും എക്സിലോട്ട് പോകുന്നത്, 50 എന്നുള്ള വാല്യൂ ആയിരിക്കും ഒയിലോട്ട് പോകുന്നത്. ഇത് നമ്മൾ നോർമൽ കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നു. വെച്ചാൽ 2 പാരാമീറ്റർ ഉള്ള നോർമൽ കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നു. OBJ1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ഇതാണ് കോപ്പി കൺസ്ട്രക്ടർ യൂസ്. സാമ്പിൾ കോപ്പി കോൺസ് OBJ2 is equal to OBJ1 സെമിക്കോളൻ. OBJ2 is equal to OBJ1 സെമിക്കോളൻ. ആദ്യത്തെ ലൈൻ ചെയ്ത് കഴിയുമ്പോൾ OBJ1 എന്നുള്ള ഒബ്ജക്റ്റ് ക്രിയേറ്റ് ആയി. ആ ഒബ്ജക്റ്റിന്റെ ഒരു അസൈൻമെന്റ് ഓപ്പറേഷനിൽ കൂടെ ആ ഒബ്ജക്റ്റിന്റെ കോപ്പി OBJ2 ജനറേറ്റ് ചെയ്യും. കോപ്പി കൺസ്ട്രക്ടർ നമ്മൾ നേരത്തെ പറഞ്ഞു. കോപ്പി കൺസ്ട്രക്ടർ എന്ന് പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ കോപ്പി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഇവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണ് OBJ1. OBJ2 is equal to OBJ1 എന്ന് പറഞ്ഞ ആ അസൈൻമെന്റ് സ്റ്റേറ്റ്മെന്റ് വഴി OBJ1ന്റെ ഒരു കോപ്പി നമ്മൾ OBJ2 ജനറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ OBJ2 വെക്കുന്നു. സോ ദിസ് ഈസ് ദി യൂസ് ഓഫ് കോപ്പി കൺസ്ട്രക്ടർ. ഇതാണ് നമ്മൾ കോപ്പി കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ സാമ്പിൾ കോപ്പി കോൺസ് OBJ2 is equal to OBJ1 എന്ന് പറയുമ്പോൾ OBJ2 എന്നൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ആ ഒബ്ജക്റ്റ് അതിന് തൊട്ട് മുമ്പ് ക്രിയേറ്റ് ചെയ്ത OBJ1ന്റെ എക്സാക്ട് കോപ്പി ആയിരിക്കും. സോ ദിസ് ഈസ് ദി യൂസ് ഓഫ് കോപ്പി കൺസ്ട്രക്ടർ. കോപ്പി കൺസ്ട്രക്ടർ പറഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന്റെ കോപ്പി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കോപ്പി കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഒരു ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണ് OBJ1. അതിന്റെ ഒരു കോപ്പി നമ്മൾ ജനറേറ്റ് ചെയ്തു. OBJ2 is equal to OBJ1 എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു കോപ്പി ജനറേറ്റ് ചെയ്ത് നമ്മൾ OBJ2 വെക്കും. Cout നോർമൽ കൺസ്ട്രക്ടർ OBJ1.display. അപ്പോൾ OBJ1.display മെത്തേഡ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഡിസ്പ്ലേ മെത്തേഡ് വെച്ച് എക്സിന്റെയും വൈയുടെയും വാല്യൂ ഡിസ്പ്ലേ ചെയ്യാന്നുള്ള ഡിസ്പ്ലേ മെത്തേഡിന്റെ ഡ്യൂട്ടി. OBJ1.display വെച്ച് നമുക്ക് എക്സിന്റെയും വൈയുടെയും വാല്യൂ വെച്ചാൽ ആദ്യത്തെ ഇവിടെ OBJ1.display. OBJ1 എന്ന് പറഞ്ഞാൽ നോർമൽ കൺസ്ട്രക്ടർ. ആ 2 പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള നോർമൽ കൺസ്ട്രക്ടർ വെച്ച് നമ്മൾ ജനറേറ്റ് ചെയ്ത ഒബ്ജക്റ്റ് ആണ് OBJ1. അതിന്റെ വാല്യൂ ഡിസ്പ്ലേ. അടുത്ത Cout കോപ്പി കൺസ്ട്രക്ടർ. ഇനി കോപ്പി കൺസ്ട്രക്ടർ OBJ2ന്റെ വാല്യൂ ഡിസ്പ്ലേ ആണ്. OBJ2.display. അപ്പൊ ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. OBJ1ന്റെ അതേ കോപ്പിയാണ് OBJ2. അതുകൊണ്ട് തന്നെ രണ്ടിലും സെയിം വാല്യൂ. OBJ1ൽ എക്സിൽ ഏത് വാല്യൂ വന്നോ അത് തന്നെ OBJ2ൽ എക്സിൽ വരും. അതേപോലെ OBJ1ന് ഒയിലേക്ക് ഏത് വാല്യൂ വന്നോ അത് തന്നെ OBJ2ന്റെ ഒയ്ക്ക് വരും. ഇപ്പൊ നമ്മള് OBJ2.display എന്ന് പറയുന്നത് കോപ്പി കൺസ്ട്രക്ടർ വെച്ച് ക്രിയേറ്റ് ചെയ്ത OBJ2ലെ എക്സിന്റെ വൈയുടെയും വാല്യൂ. OBJ2 എന്ന് പറയുന്നത് OBJ1ന്റെ എക്സാക്ട് കോപ്പിയാണ്. കോപ്പി കൺസ്ട്രക്ടർ വെച്ചാണ് നമ്മൾ എക്സാക്ട് കോപ്പി ജനറേറ്റ് ചെയ്തത്. ഇനി വീണ്ടും കോപ്പി കൺസ്ട്രക്ടർ വീണ്ടും ഒന്നും കൂടെ യൂസ് ചെയ്യാണ്. സാമ്പിൾ കോപ്പി കോൺസ് OBJ3 is equal to OBJ2. ഇപ്പോൾ OBJ2 ഉണ്ടായിരുന്നു. അതിൽ നിന്ന് അസൈൻമെന്റ് ഓപ്പറേഷൻ വഴി കോപ്പി കൺസ്ട്രക്ടർ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ OBJ3 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ശരിക്കും നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത് OBJ1 ആണ്. പിന്നെ ആദ്യത്തെ പ്രാവശ്യം കോപ്പി കൺസ്ട്രക്ടർ യൂസ് ചെയ്ത് OBJ1ന്റെ കോപ്പി ആയിട്ട് OBJ2 ജനറേറ്റ് ചെയ്തു. ഇപ്പോൾ OBJ2ന്റെ കോപ്പി എടുത്ത് OBJ3 ജനറേറ്റ് ചെയ്തു. അപ്പോൾ നൗ ഇറ്റ് ഈസ് ദി സെക്കൻഡ് യൂസ് ഓഫ് കോപ്പി കൺസ്ട്രക്ടർ. ന്യൂ ഒബ്ജക്ട് OBJ3 അതിലെ വാല്യൂ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. OBJ3 ഡിസ്പ്ലേ. ഇവിടെ OBJ1ലെ എക്സിന്റെ വാല്യൂ 10 ആണ്. അത് തന്നെ OBJ2ലും വരും, അത് തന്നെ OBJ3ലും വരും. അതേപോലെ OBJ1നകത്ത് ഒയുടെ വാല്യൂ 15 ആണ്. അത് തന്നെ OBJ2നകത്ത് വരും, അത് തന്നെ OBJ3നകത്ത്. ഈ കേസിൽ ശരിക്കും നമ്മൾ ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്ട് OBJ1 ആണ്. കോപ്പി കൺസ്ട്രക്ടർ ആദ്യത്തെ പ്രാവശ്യം യൂസ് ചെയ്ത് അതിന്റെ കോപ്പി ആയിട്ട് OBJ2 ക്രിയേറ്റ് ചെയ്തു. കോപ്പി കൺസ്ട്രക്ടർ രണ്ടാമത്തെ പ്രാവശ്യം യൂസ് ചെയ്ത് OBJ2ന്റെ കോപ്പി എടുത്ത് OBJ3യിൽ വെച്ചു. ഇത് നമ്മൾ മെയിലിന്റെ ക്ലോസ് ചെയ്യാം. ഇതാണ് കോപ്പി കൺസ്ട്രക്ടറിന്റെ ഇല്ലസ്ട്രേഷൻ. അടുത്ത ഒരു പ്രോഗ്രാം ഡെമോൺസ്ട്രേറ്റ് കോപ്പി കൺസ്ട്രക്ടർ. വീണ്ടും #IOStream.h, #conio.h, ക്ലാസ് റെക്ടാങ്കിൾ. ഇവിടെ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ ക്ലാസ് അതിനകത്ത് നമ്മൾ INT ലെങ്ത് എന്ന് പറഞ്ഞ വേരിയബിള്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ വേറൊരു ഇന്റിജർ വേരിയബിള്. ഇത് നമ്മൾ മെത്തേഡ് പാർട്ട് പറയാൻ പോവാണ്. പബ്ലിക് ആയിട്ട് ഡിക്ലെയർ ചെയ്തു. റെക്ടാങ്കിൾ INT. വീണ്ടും അത് ഒരു 2 പാരാമീറ്റർ കൺസ്ട്രക്ടർ ആണ്. അടുത്തത്
കോപ്പി കൺസ്ട്രക്ടർ ആണ്. റെക്ടാങ്കിൾ, കോൺസ്റ്റന്റ് റെക്ടാങ്കിൾ, ആംപർസാൻഡ്. ഇത് കോപ്പി കൺസ്ട്രക്ടർ. അപ്പൊ ആദ്യം എഴുതിയിരിക്കുന്ന റെക്ടാങ്കിൾ INT എന്ന് പറഞ്ഞ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 2 പാരാമീറ്റർ ഉള്ള ഓർഡിനറി കൺസ്ട്രക്ടർ ആണ്. അതേസമയം രണ്ടാമത് എഴുതിയിരിക്കുന്ന റെക്ടാങ്കിൾ ബ്രാക്കറ്റ് കോൺസ്റ്റന്റ് റെക്ടാങ്കിൾ ആംപർസാൻഡ് എന്നുള്ളത് ഒരു കോപ്പി കൺസ്ട്രക്ടർ ആണ്. വീണ്ടും നമ്മൾ ക്ലാസിന്റെ ബോഡി നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത ഇതിന്റെ എല്ലാം ബോഡി ആദ്യ റെക്ടാങ്കിൾ 2 പാരാമീറ്റർ റെക്ടാങ്കിളിന്റെ ബോഡി നമ്മൾ പറയാൻ പോവുകയാണ്. ആദ്യത്തെ പാരാമീറ്റർ ഇന്റിജർ വേരിയബിൾ L കൂടെ പാസ് ചെയ്യുന്നു. രണ്ടാമത്തെ പാരാമീറ്റർ ഇന്റിജർ വേരിയബിൾ B കൂടെ പാസ് ചെയ്യുന്നു. അതിന്റെ ഓപ്പണിംഗ് ബ്രേസ് ഇട്ടു. L കൂടെ പാസ് ചെയ്യുന്ന വാല്യൂ നമ്മൾ ലെങ്ത് ഈസ് ഈക്വൽ ടു L സെമിക്കോളൻ വെച്ച് L കൂടെ പാസ് ചെയ്യുന്ന വാല്യൂ നമ്മൾ ലെങ്തിൽ സ്റ്റോർ ചെയ്തു. ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു B സെമിക്കോളൻ എന്ന് വെച്ചാൽ B കൂടെ പാസ് ചെയ്യുന്ന വാല്യൂ നമ്മൾ ബ്രെഡ്ത്തിൽ സ്റ്റോർ ചെയ്തു. ഇനി അതിൽ വെച്ച് തന്നെ നമ്മൾ വാല്യൂ ഡിസ്പ്ലേ അയക്കാൻ പോവുകയാണ്. സി ഔട്ട് ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ് ലെങ്ത് ഡിസ്പ്ലേ അയക്കുന്നു. അടുത്ത സി ഔട്ട് സ്റ്റേറ്റ്മെന്റ് വെച്ച് ബ്രെഡ്ത്ത് ഓഫ് ദി റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ് ബ്രെഡ്ത്തിന്റെ വാല്യൂ. അപ്പോൾ റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ ആ 2 പാരാമീറ്റർ കൺസ്ട്രക്ടറിനുള്ളിൽ വെച്ച് തന്നെ വാല്യൂ അസൈൻ ചെയ്യുകയും അതേപോലെ ആ 2 വാല്യൂ ലെങ്തും ബ്രെഡ്ത്തും ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുക. അതിന്റെ ബോഡി ക്ലോസ് ചെയ്തു. അടുത്ത നമ്മൾ കോപ്പി കൺസ്ട്രക്ടർ പറയാണ്. റെക്ടാങ്കിൾ സ്കോപ്പ് റെസൊല്യൂഷൻ ഓഫ് റെക്ടാങ്കിൾ ബ്രാക്കറ്റ് കോൺസ്റ്റന്റ് ഉള്ള കീവേഡ് ക്ലാസിന്റെ പേര് ആംപർസാൻഡ് സിംബല് പിന്നെ R എന്ന് വെച്ചാൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണ് R. ക്യാപിറ്റൽ R ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒബ്ജക്റ്റ്. അതിന്റെ ഓപ്പണിംഗ് ബ്രേസ് ആ കോപ്പി കൺസ്ട്രക്ടറിന്റെ ഓപ്പണിംഗ് ബ്രേസ് ഇട്ടു. ലെങ്ത് ഈസ് ഈക്വൽ ടു R ഡോട്ട് ലെങ്ത് സെമിക്കോളൻ. R എന്ന ഒബ്ജക്റ്റ് ഡോട്ട് ഓപ്പറേറ്റർ വഴി ലെങ്ത് എടുക്കുന്നു. അത് ലെങ്ത് എന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു. അതേപോലെ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു R ഡോട്ട് ബ്രെഡ്ത്ത് സെമിക്കോളൻ. വീണ്ടും R എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് ഡോട്ട് ഓപ്പറേറ്റർ വഴി നമ്മൾ പാസ് ചെയ്യുന്ന ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു. ഇനി ഇവിടെ ഇതിനകത്ത് വെച്ച് ഈ 2 വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു. സി ഔട്ട് ലെങ്ത് ഓഫ് ദി റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ് ലെങ്തിന്റെ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നു. സി ഔട്ട് ബ്രെഡ്ത്ത് ഓഫ് ദി റെക്ടാങ്കിൾ എന്ന് പറഞ്ഞ് ബ്രെഡ്ത്തിന്റെ വാല്യൂ നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്നു. പിന്നെ അതിന്റെ കോപ്പി കൺസ്ട്രക്ടറിന്റെ മെത്തേഡ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. കോപ്പി കൺസ്ട്രക്ടർ മെത്തേഡ് നമ്മൾ ക്ലോസ് ചെയ്യുന്നു. നമ്മൾ വോയിഡ് മെത്തേഡ് വോയിഡ് മെയിൻ അതിന്റെ ഓപ്പണിംഗ് ബ്രേസ് സ്ക്രീൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി CLR ഫംഗ്ഷൻ റെക്ടാങ്കിൾ R1 ബ്രാക്കറ്റ് 50-60 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ആദ്യത്തെ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു R1. അതിന് നമ്മൾ 2 പാരാമീറ്റർ ഉള്ള കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നു. ആദ്യത്തെ വാല്യൂ 50 എന്നുള്ള വാല്യൂ L വഴി ലെങ്തിൽ പോകുന്നു. 60 എന്നുള്ള വാല്യൂ B വഴി ബ്രെഡ്ത്തിൽ പോകുന്നു. അപ്പോൾ R എന്ന ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്തുള്ള ലെങ്തിന്റെ വാല്യൂ 15 വരും, ബ്രെഡ്ത്തിന്റെ വാല്യൂ 16 വരും. അത് മാത്രമല്ല അടുത്ത അതിനകത്ത് ഡിസ്പ്ലേ ഫംഗ്ഷൻ വെക്കുന്നത്. അപ്പോൾ ലെങ്ത് 15 ഡിസ്പ്ലേ, ബ്രെഡ്ത്ത് 60 ഡിസ്പ്ലേ. അടുത്ത റെക്ടാങ്കിൾ R2 ഈസ് ഈക്വൽ ടു R1 നമ്മൾ കോപ്പി കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നു. R1 എന്ന് പറഞ്ഞ ഓബ്ജക്റ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കോപ്പി കൺസ്ട്രക്ടർ വെച്ച് അതിന്റെ കോപ്പി ആയിട്ട് R2 എന്ന് പറഞ്ഞ ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. റെക്ടാങ്കിൾ R2 ഈസ് ഈക്വൽ ടു R1. ഇതാണ് കോപ്പി കൺസ്ട്രക്ടറിന്റെ യൂസ്. അപ്പോൾ R1 എന്ന് പറഞ്ഞ എക്സിസ്റ്റിംഗ് ഓബ്ജക്റ്റിന്റെ കോപ്പി എടുത്ത് നമ്മൾ R2 ൽ വയ്ക്കും. വീണ്ടും കോപ്പി കൺസ്ട്രക്ടർ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നു. റെക്ടാങ്കിൾ R3 ഈസ് ഈക്വൽ ടു R2. അപ്പോൾ R2 എന്ന് പറഞ്ഞ ഓബ്ജക്റ്റിന്റെ ഒരു കോപ്പി എടുത്ത് R3. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ആ 2 പാരാമീറ്റർ കൺസ്ട്രക്ടർ വെച്ച് R1 ക്രിയേറ്റ് ചെയ്തു. പിന്നെ ആദ്യത്തെ പ്രാവശ്യം കോപ്പി കൺസ്ട്രക്ടർ യൂസ് ചെയ്ത് R1ന്റെ കോപ്പി ആയിട്ട് R2 ക്രിയേറ്റ് ചെയ്തു. രണ്ടാമത്തെ പ്രാവശ്യം കോപ്പി കൺസ്ട്രക്ടർ യൂസ് ചെയ്ത് R2 എന്ന് പറഞ്ഞ ഓബ്ജക്റ്റിന്റെ കോപ്പി ആയിട്ട് R3 ക്രിയേറ്റ്. അപ്പോൾ ഒരു എക്സിസ്റ്റിംഗ് ഓബ്ജക്റ്റിന്റെ കോപ്പി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ കോപ്പി കൺസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. ഈ ഓരോ കൺസ്ട്രക്ടർ വർക്ക് ചെയ്യുമ്പോൾ ഈ എല്ലാ കൺസ്ട്രക്ടറിലും പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള 2 പാരാമീറ്റർ കൺസ്ട്രക്ടർ ആയിരുന്നാലും കോപ്പി കൺസ്ട്രക്ടർ അതിനകത്തെല്ലാം നമ്മൾ കറസ്പോണ്ടിങ് ലെങ്തിന്റെയും ബ്രെഡ്ത്തിന്റെയും ഡിസ്പ്ലേ ആയിട്ടുണ്ട്. ഇവിടെ എല്ലാത്തിന്റെയും കോപ്പി ആയതുകൊണ്ട് തന്നെ ഈ 3 എണ്ണത്തിലും ലെങ്ത് 50 ആയിരിക്കും, ബ്രെഡ്ത്ത് 60 ആയിരിക്കും. ആ ഡിഫോൾട്ട് ഒബ്ജക്റ്റ് R1ന്റെ അതേ വാല്യൂ ആയിരിക്കും R2 കാരണം R1ന്റെ കോപ്പിയാണ് R2. അതേപോലെ R2ന്റെ കോപ്പിയാണ് R3. അപ്പോൾ 3 എണ്ണത്തിലും ലെങ്ത് 50 ബ്രെഡ്ത്ത് 60 ആയിരിക്കും. ഇത് നമ്മൾ മെയിന്റെ ക്ലോസ് ചെയ്യും. അപ്പോൾ ഇതാണ് കോപ്പി കൺസ്ട്രക്ടർ. ഓക്കെ, താങ്ക് യു വെരി മച്ച്.